ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബേദ്. ഇന്ന് നോമ്പ് 28-ൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 28 ഇപ്പോൾ കഴിഞ്ഞ് 29 ആകണേ. അപ്പോൾ ഇനിയും 29-ന് ഇവിടെ മാസം കാണുമോ, പെരുന്നാൾ വ്യാഴാഴ്ച ആകുമോ ഒന്നും ഉറപ്പില്ല. 30 നോമ്പും കിട്ടുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ പെരുന്നാളാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ആകും. 29 നോമ്പ് കിട്ടുകയാണെങ്കിൽ വ്യാഴാഴ്ച ഇൻഷാ അല്ലാ മാസം കാണുകയാണെങ്കിൽ വ്യാഴാഴ്ച പെരുന്നാളാകും. അപ്പം ഞാൻ 28 ഞങ്ങൾ അന്ന് ഇക്ക പറഞ്ഞ് നമ്മൾക്ക് പൊറോട്ട വാങ്ങാൻ മീനുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിയും പൊറോട്ടയും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പൊറോട്ടയിൽക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു വേറൊരു തരത്തിൽ നമുക്ക് മീൻകറി, ചോറിലേക്കുള്ള ആ ഒരു മീൻകറി പൊറോട്ടയിലേക്ക് അങ്ങോട്ട് പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പൊറോട്ടയിലേക്ക് വേറെ രൂപത്തിലാണ് കറി വയ്ക്കുന്നത്. ചോറിലേക്ക് കുഴപ്പമില്ല, ചോറിലേക്ക് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നോമ്പ് ഇന്ന് 28 കഴിഞ്ഞ് ഇപ്പോൾ ഇതുവരെ ഒരു ദിവസം പോലും ചോറ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ചോറ് പിന്നെ നമ്മളിവിടെ രാത്രിയൊക്കെ ആണെങ്കിൽ അലീസ കഴിക്കും, അല്ലെങ്കിൽ അവിൽ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഫുഡ് കിട്ടുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ പത്തിരി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കും വൈകുന്നേരങ്ങളിൽ. പിന്നെ ജ്യൂസ്, ഫ്രൂട്ട്സ്, ലൈം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ തിന്നാൽ പിന്നെ വേറെ ചോറ് അപ്പോൾ ഈ ഒരു മാസം വേണ്ട. ഞാൻ നാട്ടിൽ നിന്നും അങ്ങനെ തന്നെയാണ്. നോമ്പിന് ഒരു മാസം ചോറ് കഴിക്കൂലേന്ന്. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ചോറിന് ഭയങ്കര പൂതിയാണ് ചോറ് കഴിക്കാൻ. അപ്പോൾ ഈ നമ്മൾ തക്കാളി കറിയോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറിൻ്റെ ഒരു ടേസ്റ്റ് പറയാനുണ്ടാവില്ല. അത്രയും നല്ല ഒരു ഇതാണ് ഉണ്ടാവുക നമ്മൾ കുറേ ദിവസം ചോറ് കഴിക്കാതെ ഇരിക്കുമ്പോൾ. ഇവിടെ അയക്കോറയാണ് ഞാൻ കറി വയ്ക്കുന്നത്. അതിലേക്ക് ഞാനിതാ തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് തക്കാളി. പിന്നെ ചെറിയ ഉള്ളി കൂടി ഒന്ന് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ചൂടാറിയതിന് ശേഷം അതൊന്ന് മിക്സിയിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ടാണ് പിന്നെ അതങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കറി തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി വേഗം എടുത്തിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. 30 നോമ്പും കിട്ടിയിട്ട് പെരുന്നാളാകുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ. നമ്മളിങ്ങനെ വിചാരിക്കും 30 നോമ്പും കിട്ടിയിട്ടും അതില്ല. പെട്ടെന്ന് 29 നോമ്പിന് തന്നെ 29 നോമ്പ് കഴിഞ്ഞിട്ട് മാസം കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചടപടാച്ചിട്ട് നമ്മൾ തന്നെ എല്ലാതും ചെയ്ത് തീർക്കേണ്ടി വരും. 30 നോമ്പ് കിട്ടിയിട്ടാണെങ്കിൽ അപ്പോൾ നമ്മൾക്കൊരു ഉറപ്പായല്ലോ 30 നോമ്പ് കിട്ടി, നാളെ പെരുന്നാളാണെന്നുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും നമ്മൾക്ക് എന്തൊക്കെ പല റെഡിയാക്കി എടുക്കാണ്ടാവും അല്ലേ, ഫുഡൊക്കെ. പിന്നെ എല്ലാവർക്കും ഗസ്റ്റൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ പെരുന്നാളിന് ഗസ്റ്റ് നമ്മളെ അടുത്തുള്ളവരെല്ലാവരും നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ പുട്ടും ബീഫും ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 18 പേരുണ്ട്, 16 പേരുണ്ടാവും ഇപ്പോൾ രാവിലെ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് അപ്പോൾ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നാലാണ് പിന്നെ ചായ കുടിയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അതൊക്കെ റെഡിയാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയും അങ്ങനെയൊക്കെ റെഡിയാക്കണം. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ചോറ് അതങ്ങനെ മതിയല്ലോ അല്ലേ, എളുപ്പം പണി കഴിയും. പക്ഷേ നമ്മൾ സാധാ ചോറ് കറി അങ്ങനെയൊക്കെ ആണെങ്കിലും കുറേ അതിലേക്ക് വിഭവങ്ങൾ നമ്മൾ ഒരുക്കണം അല്ലേ. ഉപ്പേരികളും അച്ചാറുകളും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കണം. പക്ഷെ അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ. നമ്മൾ നാട്ടിലും പെരുന്നാളിന് അങ്ങനെ തന്നെയാണ്. പെരുന്നാളിൻ്റെ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ബിരിയാണി വെക്കാറേ ഇല്ല. മക്കൾക്കൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ദിൽമോനും അവിടെ ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ട് മുതലേ അങ്ങനെ ആയതുകൊണ്ടാണ് അവ മക്കൾക്കും തന്നെ അന്നത്തെ ദിവസം ബിരിയാണി വെക്കണമെന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ കൂട്ടുകുടുംബം ആണ്, എല്ലാവരും കൂടി ഒരു വീട്ടിലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും സെപ്പറേറ്റ് ആയത്. അപ്പം എന്നാലും പെരുന്നാൾ വരുമ്പം എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും കൂടാറുള്ളത്. അതൊരു രസം വേറെ തന്നെയാണ്. എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരു ഫുഡ് കഴിക്കലും വെക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ രസമാണല്ലോ അല്ലേ. അപ്പോൾ ഇത്തവണയും അവിടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അനിയന്മാരും എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് പെരുന്നാൾ അങ്ങനെ കൂടുന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ ഇതാ ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും അപ്പോഴത്തേനും പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ കുറച്ചൊക്കെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഈത്തപ്പഴമാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഒന്ന് കുരു കളഞ്ഞെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മിക്സിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിൽ കിടന്നതാകും. അപ്പോൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് വേണം ജ്യൂസ് അടിച്ച് വെക്കാൻ. പിന്നെ ഞാൻ റവ കാച്ചാറുണ്ട്, ജീരകക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ റവ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കൂല, ജ്യൂസ് ഉണ്ടാക്കുന്ന ദിവസം തരിക്കഞ്ഞി ഉണ്ടാക്കില്ല. അങ്ങനെയാണ് കേട്ടോ. എല്ലാതും കൂടി ഇങ്ങനെ കഴിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ജീരകക്കഞ്ഞി എന്നും ഉണ്ടാക്കും കേട്ടോ. ഒരു നോമ്പ് അതിന് ശേഷം ഒരു 2-3
2 ദിവസങ്ങൾ മാത്രമേ ജീരകക്കഞ്ഞി ഉണ്ടാക്കാതെ ഇരുന്നിട്ടുണ്ടാകുള്ളൂ. ജീരകക്കഞ്ഞി ഇവിടെ ഇക്കാക്ക് എന്നും വേണം. അതൊരു രസം വേറെ തന്നെയെന്ന് പറയാം. കഞ്ഞി കുടിക്കണത് ഒരു നല്ലതാണെന്ന് പറയും. അപ്പോൾ അത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം തന്നെയാണല്ലോ അല്ലേ. ജീരകക്കഞ്ഞി എത്ര ആയാലും കഞ്ഞി നല്ലതാണല്ലോ കുടിക്കണത്. ഈ ക്ഷീണത്തിനും കാര്യത്തിനും. പിന്നെ ഇവിടെ ഇപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചൂട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, തണുപ്പായിരുന്നല്ലോ നോമ്പിന്. ഇപ്പം ലാസ്റ്റായപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ആദ്യം കുടിക്കാറേ ഇല്ലായിരുന്നു, വെള്ളമൊന്നും വേണ്ടാന്ന് പറയാറായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ കുടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നോമ്പിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് അങ്ങനെ തോന്നും, വെള്ളത്തിൻ്റെ ഒരു തന്നെ ആവും. നോമ്പൊക്കെ തുറന്നതിന് ശേഷം നല്ല വെള്ളം കുടിക്കണം. നമ്മളെ നാട്ടിലൊക്കെ അല്ലേ എപ്പോൾ വിളിച്ചാലും എല്ലാവരും ഭയങ്കര ക്ഷീണം, സംസാരിക്കാൻ വയ്യ, ചൂട് ചൂട് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ നോമ്പിനൊക്കെ മഴ നല്ല ഉണ്ടായിട്ടുണ്ട്, ഇടവിട്ട് മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം വല്ലാതെ അങ്ങോട്ട് ചൂട് അറിഞ്ഞിട്ടില്ലായിരുന്നു നാട്ടിൽ. പക്ഷെ ഇപ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു നല്ല മഴ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ മഴ അങ്ങനെ പെയ്തു പോയി എന്ന് പറഞ്ഞു. ഇപ്പം നല്ല ചൂടാണ് എന്നാണ് പറയുന്നത്. ഞാൻ നോമ്പിന് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നേ. വീഡിയോ എടുക്കാൻ ഇതിന് ഭയങ്കര മടി, വീഡിയോ എടുക്കാൻ. ഇങ്ങനെയുള്ള വീഡിയോകൾ, പിന്നെ കുക്കിങ് അങ്ങനെയുള്ളത്, റെസിപ്പികളതൊക്കെ അങ്ങനെയൊക്കെ കുറഞ്ഞ് 3-4 വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, അതിനൊക്കെ നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള വ്ളോഗായിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, വീഡിയോ എടുക്കാനൊക്കെ. അപ്പം ഇനിയിപ്പോൾ ഈ വർഷത്തെ നോമ്പ് കഴിയാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോമ്പ് 28-ന് ഞാൻ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നോമ്പ് 29 ബുധനാഴ്ച ഇനിയിപ്പോൾ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. പിന്നെ പെരുന്നാൾ വ്ളോഗ് അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, ഇൻഷാ അല്ലാ അതൊക്കെ ആയിട്ട് വരാം. ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ നോമ്പിൻ്റെ മുന്നേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, നനച്ചുള്ളി അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. അതുപോലെ തന്നെയാണ് പെരുന്നാളായാലും. പെരുന്നാളിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾക്ക് കുറേ ഒരുക്കങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഈ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാകുമല്ലോ, കുറേ നമ്മൾക്ക് റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കുറച്ച് ദിവസം നല്ല തിരക്കിട്ട ഓരോ പണികളിലായിരുന്നു എനിക്ക് ഓരോന്ന് ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഈ മൈലാഞ്ചി ഇടാൻ അങ്ങനെയൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ദിവസം ഇല്ല, പിന്നെ നമുക്ക് രാത്രിയൊക്കെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ മൈലാഞ്ചി ഇടാനൊക്കെ ഉണ്ടായിരുന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാൻ ഇന്നാണ് കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ടത്. ഇന്നെന്ന് പറയുമ്പോൾ നോമ്പ് 28-ന് രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിവിടെ 28 നോമ്പും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ കറിയൊക്കെ ആയി, ജ്യൂസായി, എല്ലതും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫുഡ് മജ്ബൂസാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ്, പൊറോട്ട, മീൻകറി എല്ലതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.